കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂന്നെണ്ണാണുള്ളത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു dq ഡിവൈഡഡ് ബൈ dl. അതായത് ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ എത്ര ചാർജുകൾ ഉണ്ടോ അതാണ് ലാംഡ. സോ dq ഈക്വൽ ടു ലാംഡ dl ആണ്. നെക്സ്റ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്ര ചാർജുകൾ ഉണ്ട് അതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ ഈക്വൽ ടു dq ഡിവൈഡഡ് ബൈ dq ഈക്വൽ ടു സിഗ്മ dA. നെക്സ്റ്റ് വോളിയം ചാർജ് ഡെൻസിറ്റി. റോ ഈക്വൽ ടു dq ബൈ dv. ഒരു പെർട്ടിക്കുലർ വോളിയത്തിലുള്ള എമൗണ്ട് ഓഫ് ചാർജുകളാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. dq ഈക്വൽ ടു റോ dv. ഇതിന്റെ യൂണിറ്റും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് കൂളം മീറ്റർ ഇൻവേഴ്സ്. സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് കൂളം മീറ്റർ റേസ് ടു -2. വോളിയം ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് കൂളം മീറ്റർ റേസ് ടു -3. അതായത് ഇവിടെ വോളിയം ആയതുകൊണ്ടാണ് 3 വരുന്നത്, ഏരിയ ആയതുകൊണ്ട് നമുക്ക് -2 ഇടാം, ലെങ്ത് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ -1 റെപ്രസെന്റ് ചെയ്യുന്നത്.